ഇന്നത്തെ മാച്ചിൽ പഞ്ചാബും RCBയുമാണ് നേർക്കുനേർ വന്നത്. ഈ ഒരു മാച്ചിന്റെ കംപ്ലീറ്റ് റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് പഞ്ചാബായിരുന്നു. അവർക്ക് മോശം തുടക്കമായിരുന്നു ഇന്ന് ലഭിച്ചത്. സ്റ്റാർട്ടിങ്ങിലെ തന്നെ ജോണി ബെയർസ്റ്റോ പുറത്തായി. പിന്നീട് ശിഖർ ധവാൻ മികച്ച കളി പുറത്തെടുത്തു. പഞ്ചാബ് ചെറിയ സ്കോറിൽ ഒതുങ്ങുമെന്നായിരുന്നു കരുതിയത്. എന്നാൽ അവർ കളി വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു. അവസാന ഓവറുകളിൽ പഞ്ചാബ് ആഞ്ഞടിച്ചു. ഇതോടുകൂടി പഞ്ചാബിന് കൂറ്റൻ ടാർഗറ്റാണ് ഇന്ന് ലഭിച്ചത്. പഞ്ചാബിന്റെ ക്യാപ്റ്റൻ ശിഖർ ധവാനായിരുന്നു. ധവാൻ ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചു. ധവാൻ ഇന്ന് 45 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഒരുവിധം എല്ലാ താരങ്ങളും കുറച്ച് സംഭാവനകൾ കൊടുത്തു. അങ്ങനെ പഞ്ചാബ് 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസാണ് അടിച്ചുകൂട്ടിയത്. RCBയെ സംബന്ധിച്ചത് വലിയൊരു ടാർഗറ്റായിരുന്നു. പഞ്ചാബ് ഇത്രയുമധികം റൺസ് എടുക്കുമെന്ന് RCB കരുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവസാന ഓവറുകളിലാണ് പഞ്ചാബ് ആഞ്ഞീശിയത്. അങ്ങനെ RCB സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. RCBക്ക് വേണ്ടി വിരാട് കോഹ്ലിയും ഡുപ്ലസിസുമാണ് ഓപ്പണിംഗിൽ ഇറങ്ങിയത്. എന്നാൽ സ്റ്റാർട്ടിംഗ് തന്നെ ഡുപ്ലസി ഔട്ടായി മടങ്ങി. രണ്ടാം ഓവറിലാണ് ഡുപ്ലസി പുറത്തായത്. ഇത് RCBക്ക് തിരിച്ചടിയായിരുന്നു. ആകെ കൂടി 3 റൺസ് മാത്രമാണ് ഡുപ്ലസിസ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ശേഷം വന്നത് ഗ്രീൻ ആയിരുന്നു. ഗ്രീൻ വൺ ഡൗണിൽ കളിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. ഗ്രീന് വന്നതും പോയതും വേഗത്തിലായിരുന്നു. ആകെ കൂടി 3 റൺസ് മാത്രമാണ് ഗ്രീൻ എടുത്തത്. ശേഷം വന്ന രജിത് പരിഡാർ കുറച്ചു നേരം മുട്ടി നിന്നു. പക്ഷേ താരത്തിനും അധികം ആയുസുണ്ടായിരുന്നില്ല. ആരൗട്ടായാലും ഒരു ഭാഗത്ത് വിരാട് കോഹ്ലി മികച്ച കളി പുറത്തെടുത്തു. കോഹ്ലിയാണ് ഇന്ന് RCB ടീമിനെ മുന്നോട്ട് നയിച്ചത്. ശരിക്കും RCBയെ താങ്ങി നിർത്തിയത് കോഹ്ലിയാണ്. പിന്നീട് മാക്സ്വെൽ എത്തി. എല്ലാവരുടെയും പ്രതീക്ഷ മാക്സ്വെല്ലായിരുന്നു. എന്നാൽ മാക്സ്വെൽ വന്നതും പോയതും വേഗത്തിലായിരുന്നു. ആകെ കൂടി 3 റൺസ് മാത്രമാണ് മാക്സ്വെൽ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതോടുകൂടി RCB തകർന്നടിഞ്ഞു. എങ്കിലും ഒരു പ്രതീക്ഷ വിരാട് കോഹ്ലിയിലുണ്ടായിരുന്നു. എന്നാൽ 77 റൺസിൽ വിരാട് കോഹ്ലി ഔട്ടായി. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി വിലയിരുത്തിയാൽ രണ്ട് ടീമും നല്ല കളി കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.